മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം നാളെയും തുടരും. മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിനിടെ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടെ ദൗത്യം നാളത്തേക്ക് മാറ്റി. അനുകൂല സാഹചര്യമെങ്കിൽ ആനയെ നാളെ മയക്കുവെടി വെക്കും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആനയെ കണ്ടെത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾക്കിടെ രാവിലെ 8 മണിയോടെ 24ന്റെ ക്യാമറ കണ്ണുകൾ അവശനിലയിലായ കാട്ടാനയെ കണ്ടെത്തി. വെറ്റിലപ്പാറ 14 നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് ആന നടന്നു നീങ്ങുന്നതായിരുന്നു ദൃശ്യങ്ങൾ. പിന്നാലെ വിവരം ദൗത്യസംഘത്തിന്റെ തലവൻ ഡോക്ടർ അരുൺ സഖറിയയ്ക്ക് കൈമാറി. ആന ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് നീങ്ങിയതോടെ ദൗത്യസംഘം നേരിട്ടെത്തി ആനയെ പരിശോധിച്ചു. മയക്കുവെടി വയ്ക്കാനുള്ള സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ ആനയെ തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റാൻ ശ്രമം. പടക്കം പൊട്ടിച്ചു. പക്ഷേ പരിഭ്രാന്തിയിലായ ആന ഓടി ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു. പല സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. ഡ്രോൺ സഹായത്തോടെ നടത്തിയ തിരച്ചിലും പരാജയം. ഇതോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ പറഞ്ഞിടയ്ക്ക് ഈ തിക്കും തിരക്കും ഒന്ന് ഒഴിവാക്കാനും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ആന ഓടിയത് വേറെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. ആനയുടെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്നതെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു വൂണ്ടാണ്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല, ഒരു പ്രൊജക്ടൈൽ പോയ ഒരു വൂണ്ടായിട്ട് തോന്നുന്നില്ല, ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നു. നാളെ രാവിലെ തന്നെ ദൗത്യം പുനരാരംഭിക്കും. കാലടി പ്ലാന്റേഷൻ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തി ആനയെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനാണ് തീരുമാനം. രാത്രിയിലും വനംവകുപ്പിന്റെ സംഘം ആനയ്ക്കായി തിരച്ചിൽ തുടരും. 24 തൃശൂർ.